ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കക്ക ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാംസ് കക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതാദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 15-20 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഇതിൽ മുളകും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. തിന്നായി തന്നെ സ്ലൈസ് ചെയ്ത് വെക്കണം, അപ്പോഴാണ് പെട്ടെന്ന് ഇത് റോസ്റ്റ് ആയി വരുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് നടുകേറി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കക്കയിൽ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്കുള്ള അല്പം ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി ഈ റോസ്മിലൊന്ന് മാറി വന്നാൽ മതിയാവും. ഇപ്പോൾ സവാളയും പച്ചമുളകും എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും റോസ്മെല്ല് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം റോസ്മെല്ല് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കുറച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കക്കയും കൂടെ ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കക്ക ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഞാനിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നന്നായി ഡ്രൈ ആക്കി എടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇത് കൂടുതൽ ഡ്രൈ ആയി വരുമ്പോൾ ടേസ്റ്റും നന്നായിട്ട് കൂടും. അതുകൊണ്ട് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയിട്ട് ഇതെല്ലാം നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കക്കയും അതുപോലെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കക്ക ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. കക്ക ഫ്രൈ ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഡ്രൈ ആക്കി തന്നെ
നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ കക്കയുടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്